കാലം ലേണിംഗ് അബീമിസ് ആണ്. മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമോഫോൺസ് എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അല്ലേ? പക്ഷേ എന്നാലും പറഞ്ഞാൽ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. മക്കളെ, ഒരേ വാക്ക് തന്നെ രണ്ടർത്ഥങ്ങൾ വരുന്നവയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് വിളിക്കുക. കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് വാക്ക് നോക്കിക്കേ നിങ്ങൾ, ഈറ്റ്. ഈറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് പറയാനായിട്ട് നമ്മൾ ഐ എയ്റ്റ് ദ ഫുഡ് എന്ന് പറയും അല്ലേ? ഞാൻ ആ ഭക്ഷണം കഴിച്ചു എന്ന് പറയും. ഇനി ഇതാ EIGHT എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 8 എന്നാണ് അർത്ഥം. അപ്പോൾ 8 എന്ന് പറയുന്നത് ഒരേപോലെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്. രണ്ടും രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നതും മറ്റേത് നമ്മുടെ നമ്പർ 8 എന്ന് പറയുന്നതും. അപ്പോൾ ഇതേപോലെ ഒരേപോലെയുള്ള വാക്കുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അർത്ഥങ്ങളുള്ളവയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേടാ, ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു, അതിനെ നമ്മൾ ബൈ എന്ന് പറയും അല്ലേ? പിന്നെ നമ്മൾ ടാറ്റാ ബൈ എന്ന് നമ്മൾ പറയാറുണ്ട്. രണ്ടും രണ്ടർത്ഥമാണ്, പക്ഷേ ഒരേപോലെയാണ് നമ്മളത് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾസ് നോക്കി. ഇനിയും കഴിഞ്ഞിട്ടില്ല, അടുത്തത് നോക്കിക്കേ, സെൽ എന്ന് പറയാൻ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നതിനെ നമ്മൾ സെല്ലെന്ന് പറയും അല്ലേ? ഇനി ജയിലിനെ നമ്മൾ എന്ത് പറയും? അതിനെയും നമ്മൾ സെല്ലെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ സെല്ലെന്ന് പറയുന്നത് CELL, ഇവിടെ സെല്ലെന്ന് പറയുന്നത് SELL. സ്പെല്ലിങ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സെല്ലെന്ന് തന്നെയാണ്. അപ്പോൾ ഒരേപോലെ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, പക്ഷേ അർത്ഥങ്ങൾ വേറെ ആയിരിക്കാം, സ്പെല്ലിങ്ങും വേറെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്താ പറയുക? ഹോമോഫോൺസ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ അടുത്ത വാക്ക് നോക്കിക്കേടാ, ഫ്ലവർ. അപ്പോൾ നമുക്കറിയാം, പുഷ്പം അല്ലേ? പുഷ്പങ്ങളെ നമ്മൾ ഫ്ലവേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ വേറൊരു ഫ്ലവർ ഉണ്ട്, ഏതാണെന്ന് അറിയോ? മാവ്, നമ്മളിപ്പോൾ അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി, ഇതുപോലെയുള്ള പൊടികൾക്ക് അല്ലെങ്കിൽ അരിമാവ്, ഗോതമ്പ് മാവിനൊക്കെ നമ്മൾ എന്ത് പറയും? ഫ്ലോർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ടെന്നുണ്ടെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആണ്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കൾ. ഈ FLOUR ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പൊടികൾ അല്ലെങ്കിൽ മാവ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അടുത്ത നോക്കിക്കേടാ, ടെയിൽ. TEIL. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാല് അല്ലേ? നമ്മുടെ ഡോഗിൻ്റെ ടെയിൽ അല്ലാന്നുണ്ടെങ്കിൽ ക്യാറ്റിൻ്റെ ടെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറൊരു ടെയിലുണ്ട്, TALE ടെയിൽ. ഈ ടെയിലിൻ്റെ അർത്ഥം എന്താ? കഥകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ ടെയിൽ എന്ന് പറയുന്ന വാക്ക് TAIL, ടെയിൽ എന്ന് പറഞ്ഞാൽ വാല് എന്നാണ് അർത്ഥം. TALE ടെയിൽ എന്ന് പറഞ്ഞാൽ കഥകൾ എന്നാണ് അർത്ഥം. അടുത്തതാ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. WEAK, വീക്ക് എന്ന് പറയുമ്പോൾ ക്ഷീണം അല്ലേ? ക്ഷീണിതനാണ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ വേറൊരു വീക്ക് ഉണ്ടല്ലോ, നമ്മുടെ ആഴ്ചകൾ അല്ലേ? WEEK, വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആഴ്ചകൾ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ ഈ ആഴ്ചകളെ നമ്മൾ എന്താ പറയുന്നത്? അതിനെയും വീക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ WEAK വീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നു. വീക്ക് WEEK എന്ന് പറയുമ്പോൾ ആഴ്ചകളെ നമ്മൾ വീക്ക് എന്ന് പറയുന്നു. അടുത്തത് എന്താണ്? സ്റ്റീൽ അല്ലേ? സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതേപോലെയുള്ള മെറ്റലുണ്ട്, സ്റ്റീലിൻ്റെ മെറ്റലുണ്ട് അല്ലേ? നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീൽ സ്പൂണൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റീൽ എന്താണ്? ആ ഒരു മെറ്റലിനെ പറ്റി നമുക്കറിയാം. പിന്നെ നമ്മൾ എന്തെങ്കിലും കക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കളവ് നടത്തുന്നു, അതിന് നമ്മൾ എന്ത് പറയും? STEAL, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും മോഷ്ടിക്കുക, അതിനെയാണ് നമ്മൾ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ സ്റ്റീൽ എന്ന് പറയുമെങ്കിലും ഇവിടെ രണ്ടർത്ഥങ്ങളാണ് അല്ലേ? 2 സ്പെല്ലിങ്ങാണ്, രണ്ടർത്ഥങ്ങളാണ്. ഇതുപോലെ ഒരേ സൗണ്ട് ഉള്ളതും പക്ഷേ ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ള വാക്കുകളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോഫോൺസ് എന്താണെന്ന് മിസ്സിൻ്റെ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റ് ഹോമോഫോൺസിൻ്റെ എക്സാമ്പിൾ എന്ത് ചെയ്യുക? താഴെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.